നമസ്കാരം. ന്യൂസ് 18 പൊതുവേദിയിലേക്ക് സ്വാഗതം. കഴിഞ്ഞ കുറേ ദിവസങ്ങളായി CPM-നെ ചൂഴ്ന്നു നിൽക്കുകയാണ് PSC അംഗത്വത്തിനു വേണ്ടിയുള്ള കോഴ വിവാദം. ആദ്യമെല്ലാം CPM-ന്റെ പ്രധാന നേതാക്കളടക്കം ഇതിനോട് മൗനം പാലിച്ചെങ്കിലും അങ്ങനെ ഒരു പരാതിയെ പാർട്ടിയുടെ മുന്നിലില്ല എന്ന മട്ടിലൊക്കെ പ്രതികരണം വന്നെങ്കിലും ഇപ്പോഴെന്തായാലും കോഴിക്കോട് ജില്ലാ കമ്മിറ്റിയുടെ ഭാഗത്തു നിന്നും നടപടി ഉണ്ടായിരിക്കുന്നു. പാർട്ടിയുടെ ഏരിയ തലത്തിൽ പ്രവർത്തിക്കുന്ന ഏരിയ കമ്മിറ്റി അംഗം കൂടിയായ കോഴിക്കോട് ടൗൺ ഏരിയ കമ്മിറ്റി അംഗം പ്രമോദ് കോട്ടുളിയെ പാർട്ടിയുടെ പ്രാഥമിക അംഗത്വത്തിനടക്കം പുറത്താക്കിയിരിക്കുന്നു. ഇതിൽ ഗൗരവമായൊരു വിഷയം, ഒരു പാർട്ടി ഏരിയ കമ്മിറ്റി അംഗം ഒരാളെ PSC അംഗത്വം നേടിക്കൊടുക്കാം എന്ന് പറഞ്ഞുകൊണ്ട്, അല്ലെങ്കിൽ മറ്റ് ചില അനൗദ്യോഗിക വിശദീകരണങ്ങൾ വരുന്നത് പോലെ PSC-യിൽ തൊഴിൽ നേടിക്കൊടുക്കാം എന്ന് പറഞ്ഞുകൊണ്ട് 22 ലക്ഷം രൂപയാണ് കോഴ വാങ്ങിയിരിക്കുന്നത്. ആ കോഴക്കാശ് വിവാദമായപ്പോൾ അദ്ദേഹം മടക്കി നൽകിയിരിക്കുന്നു. എന്തായാലും പാർട്ടി ഇതിൽ അയാൾ കുറ്റക്കാരനാണെന്ന് കണ്ടെത്തുകയും പാർട്ടിയിൽ നിന്ന് പുറത്താക്കുകയും ചെയ്തിരിക്കുന്നു. പക്ഷേ ഒരു ഏരിയ കമ്മിറ്റി അംഗത്തിന് ഇങ്ങനെ ഒറ്റയ്ക്ക് ഒരു കേസിൽ ഇത്തരത്തോളം 22 ലക്ഷം രൂപ കോഴ വാങ്ങാൻ കഴിയുന്ന തരത്തിലേക്ക് വളർച്ച ഉണ്ടാവണമെങ്കിൽ, ആളുകൾ വിശ്വസിക്കണമെങ്കിൽ സമാനമായ രീതിയിലുള്ള ഇടപെടലുകൾ പാർട്ടിയിൽ നടക്കുന്നില്ലേ, അല്ലെങ്കിൽ പാർട്ടി നേതാക്കൾ തന്നെ ഇത്തരം കോഴയിലൊക്കെ ഇടപെടുന്നില്ലേ എന്നുള്ള സംശയം കൂടിയാണ് സാധാരണ ജനങ്ങളുടെ മുന്നിലേക്ക് ഉയരുന്നത്. ഈ വിഷയമാണ് ന്യൂസ് 18 പൊതുവേദി ചർച്ച ചെയ്യുന്നത്. നടപടി ഇതു മതിയോ? ആലത്തൂരിൽ നിന്നും മോഹൻദാസ് ആണ് ആദ്യ പ്രേക്ഷകനായി എത്തുന്നത്. ശ്രീ മോഹൻദാസ്, താങ്കൾക്ക് എന്ത് തോന്നുന്നു? ഈ കഴിഞ്ഞ കോഴ വിവാദവുമായി ഉയർന്ന് ഇന്നിപ്പോൾ CPM-ന്റെ ഭാഗത്ത് നിന്ന് ഔദ്യോഗികമായ വിശദീകരണം വന്നില്ലെങ്കിലും നടപടി ഉണ്ടായിരിക്കുന്നു എന്നുള്ളത് ഏറെക്കുറെ വ്യക്തമാണ്. മാധ്യമങ്ങളടക്കം ആ വാർത്തകളും പുറത്തു വന്നു കഴിഞ്ഞു. ഇനി കൂടുതൽ വിശദാംശങ്ങൾ വരാനുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഈ അവസാന നിമിഷം വന്ന വാർത്ത നമ്മൾ ന്യൂസ് 18 പൊതുവേദിയിലേക്ക് ചർച്ചയാക്കുന്നത്. ഇങ്ങനെ ഒരാൾ 22 ലക്ഷം രൂപ കോഴ വാങ്ങാൻ തക്ക പ്രാപ്തിയിലേക്ക് ഒരു പാർട്ടി ഏരിയ കമ്മിറ്റിയൊക്കെ എത്തുക എന്നൊക്കെ പറഞ്ഞാൽ സ്വാഭാവികമായും അതൊരു വലിയ അപജയത്തിന്റെ കൂടി ലക്ഷണമല്ലേ? PSC ഏറ്റവും നന്നായിട്ട് പ്രവർത്തിക്കേണ്ട ഈ നമ്മുടെ കേരളത്തിലെ എത്രയോ ലക്ഷങ്ങളായ ഉദ്യോഗാർത്ഥികൾക്ക് ആശയം ആവേണ്ട ഒരു സംഭവമാണത്. പക്ഷേ ഈ കൈക്കൂലിയും കള്ളത്തരവും ഇതൊക്കെ ചെയ്തിട്ട് ഈ ഭരണകർത്താക്കൾ തന്നെ ഇത് ചെയ്യുമ്പോൾ എന്തൊരു കഷ്ടമാണത്. ഇത് ഒരു ഒറ്റപ്പെട്ട സംഭവമായിട്ടായിട്ട് ഇനി ചിത്രീകരിക്കുന്നു. പ്രമോദ് കോട്ടുള്ളി പുറത്തുപോയി എന്ന് പറഞ്ഞാലും 1 കൊല്ലം 2 കൊല്ലം കഴിഞ്ഞാൽ പൂർവാധികം ശക്തിയോടെ തിരിച്ചെടുക്കുകയും ചെയ്യും. പിന്നീട് അനർഗള നിർഗള തുടരുകയും ചെയ്യും. അതാണ് ഇപ്പൊ ഉണ്ടാകാൻ പോകുന്നത്. വല്ലാത്തൊരു കഷ്ടം തന്നെയാണ് അത്. അതുപോലെ ഉദ്യോഗാർത്ഥികളുടെ കാര്യം തന്നെ, ഇതിപ്പോ ഒരു മെമ്പറെ തെരഞ്ഞെടുക്കാനാണ് ഇത്. അപ്പോ എന്തായിരിക്കും മറ്റു പാർട്ടികളും ഇതൊക്കെ തന്നെ ആയിരിക്കും, സംശയമൊന്നുമില്ല. അവര് ഭരണത്തിൽ വരുമ്പോൾ ഇത് എങ്ങനെയായിരിക്കും? കാരണം CPM മാത്രമായിരിക്കില്ല. CPM ശക്തമായ നടപടി എടുക്കുകയാണെങ്കിൽ അത് മാതൃകാപരമായിരിക്കണം. അത് താൽക്കാലികം ആയിരിക്കട്ടെ. ശരി, എന്തായാലും താങ്കളുടെ അഭിപ്രായം വ്യക്തമാണ്. മറ്റു പ്രശ്നം കൂടിയുണ്ട്. വടകരയിൽ നിന്നും ശ്രീ ബാലകൃഷ്ണനാണ്. ശ്രീ ബാലകൃഷ്ണൻ, താങ്കൾക്ക് എന്ത് തോന്നുന്നു? ഇങ്ങനെ ഒരാൾ മാത്രമായിരിക്കുമോ ഇങ്ങനെ ഒരു വലിയ കോഴയിൽ ഇടപെട്ടിട്ടുണ്ടാവുക? അതോ മറ്റു ബന്ധങ്ങളൊക്കെ ഉണ്ടാകുമോ? അതോ ചിലപ്പോൾ ഒരാൾ തന്നെ ഇത്തരം തട്ടിപ്പ് നടത്താനുള്ള സാധ്യതയുമുണ്ട്, പക്ഷേ മറ്റു നേതാക്കൾ ഇതുമായി ബന്ധപ്പെടാനുള്ള സാധ്യതയുണ്ട്. ഒന്നും നമുക്ക് തള്ളിക്കളയാനാവില്ല. എന്താണ് താങ്കളുടെ ഒരു അഭിപ്രായം? കിരൺ സാർ, നമസ്കാരം. നമസ്കാരം. CPM ഒരു തിരുത്തലിന്റെ വഴിയിലേക്ക് വരുന്നുണ്ടെന്ന് തോന്നുന്നു സാർ. കാരണം ഇത്ര നാളും അവർക്ക് വിനാശകാല വിപരീത ബുദ്ധിയായിരുന്നു. ഇപ്പൊ ഒരാളെങ്കിലും പുറത്താക്കി അവരിൽ ഇടപെട്ടിട്ടുണ്ടെങ്കിൽ സമ്മതിച്ചിട്ടുണ്ടെങ്കിൽ അത് വലിയൊരു സംഭവം തന്നെയാണ്. അവർ തിരുത്താൻ തയ്യാറാണ്. നമുക്ക് ശ്രീ ബാലകൃഷ്ണൻ, പ്രമോദ് കോട്ടുള്ളി മാധ്യമങ്ങളെ കാണുകയാണ്. അതിന്റെ ശബ്ദം കേൾക്കാം. അങ്ങനെ അതിലെന്തെങ്കിലും ബന്ധമുണ്ടോ? മാത്രമല്ല ഒരു BJP നേതാവായിട്ട് ബന്ധമുണ്ടെന്ന് പറയുന്നു. താങ്കൾക്ക് റിയൽ എസ്റ്റേറ്റിൽ വലിയ ഇടപെടൽ നടത്തിയെന്നൊക്കെയാണ് ഈ ഒരു കണ്ടെത്തൽ. ഞാൻ പറയുന്നത് കഴിഞ്ഞ ഒരു 5 ദിവസമായില്ലേ, 5 ദിവസം മുതൽ 22 ലക്ഷം കോഴ വാങ്ങി പ്രമോദ് കോട്ടൂളി എന്ന് പറഞ്ഞിട്ട് എന്റെ ഫോട്ടോ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. കോഴ ആരോപണമുണ്ടോ ഇല്ലയോ അറിയാതെ, കൃത്യമായ തെളിവുകളില്ലാതെ ഒരു മനുഷ്യനെ ഈ ചാനലുകൾക്കകത്തിട്ട്, വാർത്തകൾക്കകത്തിട്ട്, ഫേസ്ബുക്കിലും എല്ലാത്തിലും എന്ത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, ആക്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഏതെങ്കിലും ഒരാൾ ഇന്ന പൈസ കൊടുത്തു എന്ന് പറയണ്ടേ, ഇന്നാളോട് വാങ്ങിച്ചു എന്ന് പറയണ്ടേ? അങ്ങനെ ഒരു അഭിപ്രായം പറയാതെ, അങ്ങനെ ഒരു കാര്യം ഉയരാതെ എന്തില്ല, ഈ പറഞ്ഞ കാര്യമില്ല. പിന്നെ ഇതുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് ഏത് അന്വേഷണത്തിനും എങ്ങനെയും, ഇന്നിപ്പോ പെട്ടെന്നാണ് ഇങ്ങനെ ഒരു വിവരം വന്നത്, ഇതിന്റെ ഭാഗമായിട്ട് നിയമപരമായിട്ടുള്ള എല്ലാ തരത്തിലുള്ള പരാതികളും നാളെയും മറ്റന്നാളുമായിട്ട് ഞാൻ കൊടുക്കുന്നതാണ്. എന്നെ ഏരിയ കമ്മിറ്റി ഇതുവരെ അറിയിച്ചിട്ടില്ല. എന്നെ അറിയിക്കേണ്ടതാണ്. സംഘടനാപരമായിട്ട് എന്നെ അറിയിക്കണം. ഞാൻ ഉൾപ്പെടുന്ന കമ്മിറ്റിയാണ്, സ്വാഭാവികമായിട്ട് അറിയിക്കേണ്ടതാണ്. അപ്പൊ ഇതിനകത്ത് കുറെ ഗൂഢാലോചനകളും കാര്യങ്ങളുണ്ട്. ഈ പാർട്ടിക്കുള്ളിൽ തന്നെയാണ് നിങ്ങൾക്കെതിരെ ഒരു ഗൂഢാലോചന നടന്നിട്ടുള്ളത്? എനിക്ക് അറിയാത്തൊരു കാര്യം, ഞാൻ
ബാക്കി കാര്യങ്ങൾ നമുക്ക് അവരുടെ വീട്ടിന് മുന്നിൽ പറഞ്ഞാൽ പോലെ വിശദമായ കാര്യം. ഏതെങ്കിലും തരത്തിൽ പാർട്ടി പ്രമോദിനോട് വിശദീകരണം ചോദിച്ചിട്ടുണ്ടോ ഈ വിഷയത്തിൽ? വിശദീകരണം ചോദിച്ചതിന്റെ വിവരങ്ങളെല്ലാം ഒന്നുപോലും മറച്ചു വെക്കാതെ ഞാൻ നിങ്ങളുടെ മുന്നിൽ പറയും. എനിക്കിനി എന്താണ്, ഞാനൊരു മകൻ മാത്രമാണ്, ഒരു അച്ഛനാണ്, ഒരു ഭർത്താവാണ്, എന്റെ കൂടെ നിൽക്കുന്നവരുടെ സ്നേഹിതനും സുഹൃത്തുമാണ്. അതുകൊണ്ട് എനിക്ക് എന്തില്ല, ഒന്നും മറച്ചു വെക്കാനില്ല. ഞാൻ എല്ലാ കാര്യങ്ങളും പറയും. ആരൊക്കെ എന്തൊക്കെ ഏതൊക്കെ രീതിയിൽ പ്രമോദ് എന്ന് പറയുന്ന മനുഷ്യനെ കൊടുക്കാൻ വേണ്ടി ശ്രമിച്ചോ അവരുടെ എല്ലാം പേര് ഞാൻ പറയും. കൊടുക്കാൻ ശ്രമിച്ചത് പാർട്ടിക്കുള്ളിൽ നോക്കാം പറയും. ഞാൻ താങ്കൾക്കെതിരെ ഇത്തരം ഒരു ആരോപണം വന്നതും ഇത്തരം വിവാദമായതും ഇപ്പം പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയതും എന്താണ് താങ്കൾ കരുതുന്നത്? അല്ലാതെ ഞാൻ നമുക്ക് അവിടെ നിന്ന് പറഞ്ഞു. മന്ത്രി മുഹമ്മദ് റിയാസ് തന്നെയാണ് സംസ്ഥാന കമ്മിറ്റിക്ക് മുമ്പിൽ പരാതി കൊടുത്തതെന്ന് കേൾക്കുന്നുണ്ട്. റിയാസ് അക്കാര്യം നിഷേധിച്ചിട്ടില്ല. അപ്പൊ ആ രീതിയിൽ ഏതെങ്കിലും തരത്തിൽ ഒരു ഇടപെടൽ അത്തരം എനിക്കറിയാത്തൊരു കാര്യത്തിന്റെ പറ്റി ഞാൻ പറയില്ല. എനിക്കറിയാം. ആരുടെ വീട്ടിൽ ശ്രീജിത്ത് എന്ന് പറഞ്ഞ ഒരാളാണ് ഇതിന്റെ പിറകിലുള്ളത്. പാർട്ടിക്കാരനാണ്. അതെനിക്കറിയില്ല. ഇനി ഒരു കാര്യം കൂടി നിങ്ങൾ വളരെ ശ്രദ്ധയോടുകൂടി കേൾക്കേണ്ട ഒരു കാര്യം. ഈ ശ്രീജിത്തിന്റെ വീട്ടിൽ എന്റെ ജീവിതത്തിൽ ഞാൻ ആദ്യമായിട്ട് പോകാൻ വേണ്ടി പോവാണ്. ആ സ്ഥലത്തേക്ക് ആദ്യമായിട്ട് എന്റെ ജീവിതത്തിൽ ആദ്യമായിട്ട് ഞാൻ ഈ ശ്രീജിത്തിന്റെ വീട്ടിലേക്ക് പോകാൻ വേണ്ടി പോവുകയാണ്. നിങ്ങൾ നല്ലതുപോലെ ശ്രദ്ധിക്കണം. ഈ ശ്രീജിത്തിന്റെ വീട്ടിലേക്ക് പ്രമോദ് എന്ന് പറയുന്ന മനുഷ്യൻ ആദ്യമായി യാത്ര തുടങ്ങാൻ വേണ്ടി പോവാണ്. അതിനർത്ഥം ഞാൻ ഈ ഇതുമായി ഇതുവരെ പോയിട്ടില്ല. അദ്ദേഹത്തിൽ നിന്ന് പണം വാങ്ങിയെന്നാണ് ആരോപണം വന്നിരുന്നത്. നോക്കാം, നമുക്ക് അയാളുടെ വീട്ടിലേക്ക് പോട്ടെ, അയാൾ പറയട്ടെ. താങ്കളെ ഒരു ബലിമൃഗാക്കി കഴിഞ്ഞു ഈ സംഭവത്തിൽ? ഞാനൊരിക്കലും ഒരു മൃഗമാവില്ല. ഞാൻ മനുഷ്യനാണ്. ഞാൻ എന്റെ അമ്മയുടെ മകനാണ്. ശരി, എന്തായാലും അദ്ദേഹത്തിന്റെ പ്രതികരണമാണ്. പ്രമോദ് കോട്ടുള്ളി പറയുന്നത് ഇക്കാര്യത്തിൽ ഒരു ശ്രീജിത്താണ് പരാതി നൽകിയിരിക്കുന്നത്, അദ്ദേഹത്തിന്റെ വീട്ടിലേക്ക് പോവുകയാണ് എന്നുള്ള മട്ടിലൊക്കെയാണ് എല്ലാം പാർട്ടിയോട് പറഞ്ഞതെല്ലാം പറയുമെന്നൊക്കെ പറയുന്നത്. എന്തായാലും നമുക്ക് പൊതുവേദി തുടരുന്നത് തന്നെയാണ് നല്ലത്. നമുക്ക് കണ്ണൂരിൽ നിന്നും ശ്രീ ദാസനുണ്ട്. ശ്രീ ദാസൻ, താങ്കൾക്ക് എന്ത് തോന്നുന്നു? ഈ പ്രമോദ് കോട്ടുള്ളി ഒരു ഏരിയ കമ്മിറ്റി അംഗം 22 ലക്ഷം രൂപ കോഴ വാങ്ങുക, അതും PSC അംഗത്വം ഒരാൾക്ക് നൽകാമെന്നൊക്കെ വാഗ്ദാനം ചെയ്യുക എന്നൊക്കെ പറയുന്നു. ഈ പാർട്ടി എന്തായാലും അക്കാര്യത്തിൽ നടപടി എടുത്തിരിക്കുന്നു. എന്താണ് താങ്കൾക്ക് പറയാനുള്ളത്? ഇയാള് ഒറ്റക്കല്ല. നമുക്കെല്ലാം ഒരു അതിശയം തോന്നുന്നത്, ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടി CPM പോലത്തെ ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിന്റെ ഏരിയ കമ്മിറ്റി മെമ്പർ അയാളൊക്കെ ഈ തരത്തിൽ വാങ്ങാനിക്കില്ല. ഇതൊക്കെ ഏത് നാട്ടിലെത്തി നമ്മളെന്ന് ചിന്തിക്കണം. ഇവിടുത്തെ BJP-കാരനോ കോൺഗ്രസ്സുകാരനോ തെറ്റായി പോകുമ്പോൾ അയാൾ നേരെയാക്കുന്ന ആൾക്കാരാണ് ഇടതുപക്ഷക്കാർ, കമ്മ്യൂണിസ്റ്റുകാർ. അവരുടെ ഇടയിൽ നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റുന്നില്ല. ഞാൻ ഇടതുപക്ഷ ചിന്താഗതിയുള്ള ആളാണ്. ഇങ്ങനത്തെ ആൾക്കാരാണ് ഈ പാർട്ടിയെ ഇങ്ങനെ നശിപ്പിച്ചാൽ. ഞാൻ പറയുന്നത് ഇതിന് പിന്നിൽ ഇവ മാത്രമൊന്നല്ല. ഇവൻ ഇപ്പം വലിയ മാന്യമായിട്ട് പറയുന്നില്ല. ഇവനെ ഉടനെ പിടിച്ച് അറസ്റ്റ് ചെയ്ത് ജയിലിടുന്ന ഞാൻ പറയുന്നത്. ഇപ്പൊ ഒന്നാമതിന്റെ കാര്യം എന്താ വെച്ചാൽ, പിന്നെ കിരൺ ബാബു ഓരോ ശമ്പളങ്ങൾ ഇപ്പോ ഒരാൾ ഈ PSC മെമ്പർക്ക് 2.5 ലക്ഷം ശമ്പളം. ഈ നാട്ടിൽ ശമ്പളത്തിന്റെ കണ്ടമാനം ഇപ്പോ ഈ 2 ചീഫ് സെക്രട്ടറിമാർ ഇപ്പൊ നമ്മൾ TV-യിലും കാണുന്നത് ഈ ഓണറേറിയം എന്ന് പറഞ്ഞുകൊണ്ട് ഒരു മാസം 6 ലക്ഷം രൂപ കൈപ്പറ്റുന്നത് ജോയിയും എബ്രഹാമും. ഇപ്പൊ അടുത്തുകളില്ലേ ഈ കണ്ണൂര് വിമാനത്താവളത്തിൽ MD-ക്ക് 50,16,000 രൂപ ശമ്പളം. JB തോമസിന്റെ പ്രൈവറ്റ് സെക്രട്ടറി ഈ 2024 ജനുവരി 1 അയാള് ജോലിയെ പ്രവേശിച്ചത്. അയാൾക്ക് 2023 ജനുവരി 1 മുതൽ മുൻകാല പ്രാബല്യത്തോടുകൂടി ശമ്പളം കൊടുക്കും. ഇതൊക്കെ എന്ത് തോന്നിയവാദം? ഇത് കമ്മ്യൂണിസ്റ്റുകാരേ അല്ല, ഇത് തലപ്പത്തൊന്ന് മാറ്റം വരണം. ഈ പണ്ടാര പറഞ്ഞ പോലെ മോന്തായം പറഞ്ഞ 64 മളിയെന്ന് പറഞ്ഞു. വേറെ ഒന്നും പറയാനില്ല. നമസ്കാരം. ശരി, താങ്കളുടെ അഭിപ്രായം വളരെ വ്യക്തമാണ്. നമുക്ക് ബാലകൃഷ്ണനാണ് വടകരയിൽ നിന്ന് ചേരുന്നത്. ശ്രീ ബാലകൃഷ്ണൻ, താങ്കൾക്ക് എന്താണ് ഈ വിഷയത്തിൽ പറയാനുള്ളത്? ശ്രീ മഞ്ചേരിയിൽ നിന്നും ശ്രീ മുഹമ്മദ് കൂടി ചേരുന്നുണ്ട്. ശ്രീ മുഹമ്മദ്, താങ്കൾ ഈ വാർത്തയൊക്കെ കോഴ ആരോപണമൊക്കെ അറിഞ്ഞ ആളുകൾ തന്നെയാണ്. ഇന്നിപ്പോൾ എന്തായാലും അവസാനം നടപടി വന്നിരിക്കുന്നത്. അല്പസമയം മുമ്പാണ് ഈ പ്രമോദ് കോട്ടുള്ളിയെ പാർട്ടിയുടെ പ്രാഥമിക അംഗത്തിൽ നിന്ന് പുറത്താക്കാൻ CPM കോഴിക്കോട് ജില്ലാ കമ്മിറ്റി തീരുമാനിച്ചിരിക്കുന്നു. അതിപ്പോൾ ഏരിയ കമ്മിറ്റിയിൽ റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എന്താണ് താങ്കൾക്ക് പറയാനുള്ളത്? ക്ഷമിക്കണം, അദ്ദേഹത്തിന്റെ ടെലിഫോൺ ബന്ധത്തിന് തടസ്സമുണ്ടെന്ന് തോന്നുന്നു. രാധാകൃഷ്ണനാണ് ചാത്തന്നൂരിൽ നിന്നും. ശ്രീ രാധാകൃഷ്ണൻ, താങ്കൾക്ക് പറയാം. അഴിമതി ആര് നടത്തിയാലും നടപടിയെടുക്കണം, അവരെ പുറത്താക്കണം. മറ്റുള്ള ചർച്ചകളൊക്കെ വളരെ ബാലിശമാണ്. രാഷ്ട്രീയമായിട്ടുള്ള വിദ്വേഷം വെച്ചാണ് പലരും അഭിപ്രായങ്ങൾ പറയുന്നത്. ഇവിടെ ഇടതുപക്ഷത്തിന്റെ ഭരണം മാറിയാൽ BJP വന്നാലും കോൺഗ്രസ് വന്നാലും PSC മെമ്പർമാർ ഓണറേറിയം മേടിക്കത്തില്ല. ഇന്ന് അനുവർത്തിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ മേഖലകളിലും ആരുടെയും വീട്ടിൽ നിന്ന് തേങ്ങ വെട്ടിക്കൊണ്ടുവന്നല്ല കോൺഗ്രസും BJP-യും ഇടതുപക്ഷവും ഒന്നും ഇവിടെ പ്രസ്ഥാനങ്ങൾ വളർത്തിയിട്ടുള്ളത്. അപ്പൊ അത്തരത്തിലുള്ള ചർച്ചയ്ക്കൊന്നും പ്രസക്തിയില്ല. പിന്നെ അഴിമതി
ഒരു പ്രസ്ഥാനത്തിൽ നിന്നുകൊണ്ട് ആര് അഴിമതി നടത്തിയാലും അവര് കൃത്യമായി പുകഞ്ഞ പുള്ളി പുറത്ത് എന്നുള്ള വ്യാജേന പുറത്ത് കളയേണ്ടതാണ്. പിന്നൊരു കാര്യം, ആരോപണങ്ങൾ വന്നു എന്നതിന്റെ അടിസ്ഥാനത്തിൽ മാത്രം ഒരാളെ ക്രൂശിക്കാൻ നമ്മളാരും മുതിരുവാൻ പാടില്ല. വീണ ജോർജിന്റെ PA വീണ ജോർജുമായിട്ട് ബന്ധപ്പെട്ട് 2-3 മാസത്തിന് മുമ്പല്ലേ കൈക്കൂലി മേടിച്ചെന്നും പറഞ്ഞ് ഇവിടെ എന്തോ ഒരു ബഹളമായിരുന്നു കുറേ ദിവസങ്ങളിൽ മാധ്യമങ്ങളിൽ. അവസാനം അതെന്തായി? യാതൊരു യാഥാർത്ഥ്യവുമില്ല. അത് ഉള്ളി തെളിച്ചാണ് കായിപ്പോയില്ലേ. അതുകൊണ്ട് നേരത്തിൽ സംസാരിച്ച ചില ആൾക്കാർ പറയുന്നത്, കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഞാൻ രാധാകൃഷ്ണൻ ചാത്തനോട് താങ്കൾക്ക് അറിയാമല്ലോ, സ്ഥിരമായി സംസാരിക്കുന്ന ഒരാളാണ്. രാധാകൃഷ്ണൻ, സ്വാഭാവികമല്ലേ അങ്ങനെ ഒരു പാർട്ടിയിൽ നിന്ന് ഒരു ഏരിയ കമ്മിറ്റി അംഗമൊക്കെ അഴിമതി കാണിക്കുക, അല്ലെങ്കിൽ അയാളെ അപ്പോൾ നടപടി എടുത്തു, അത് നല്ല കാര്യം. പക്ഷെ അപ്പോൾ ആ പാർട്ടിക്കെതിരായും അനുകൂലമായിട്ടും ഒക്കെ അഭിപ്രായം ഉയരൽ സ്വാഭാവികമാണ്. കഴിയുമോ? തീർച്ചയായും ഞാൻ പറഞ്ഞു വന്ന വിഷയം അതല്ല. ഞാനും രാഷ്ട്രീയ അനുഭവമുള്ള ആളാണ്. പക്ഷെ കഴിഞ്ഞ കുറെ ദിവസങ്ങളിലൊക്കെ ഞങ്ങളൊക്കെ താങ്കൾ ശ്രദ്ധിച്ചു കാണും, ഞാൻ വളരെ വർഷമായിട്ട് ഇതിൽ സംസാരിക്കുന്നവരാണ്. എതിർകക്ഷികളെ കുറിച്ച് പറയുമ്പോൾ പ്രതിപക്ഷ ബഹുമാനത്തോടെയാണ് സംസാരിക്കുന്നത്. കുറെ ദിവസമായിട്ട് ആ മലബാർ ലാംഗ്വേജ് ഉള്ള ഒരു 4 കക്ഷികളുണ്ടല്ലോ, ആരെയും ഞാൻ അവരെ വ്യക്തിപരമായിട്ട് പേര് പറയുന്നില്ല. എന്ത് കച്ചറ അവൻ ഇവൻ എന്നൊക്കെ പറഞ്ഞ് ഞങ്ങൾ ആരെങ്കിലും സംസാരിക്കുന്നത് കേട്ടിട്ടുണ്ടോ? BJP-കാരെയോ കോൺഗ്രസുകാരെയോ? സ്വാഭാവികം ശ്രീ രാധാകൃഷ്ണൻ, ചിലരൊക്കെ സംസാരിക്കുമ്പോൾ അവരെ ഓരോരുത്തരും നമുക്കിപ്പോൾ അവരുടെ സംസാരത്തിലൊക്കെ ചന്തയിൽ അൺപാർലമെന്ററി പറയാനായിട്ട് ഇത് ചന്തയല്ല, ഇത് പൊതുവേല് പോലുള്ള ജനങ്ങൾ കാണുന്ന ഒരു ഇതിലാണ്. ഞങ്ങൾക്ക് അങ്ങനെയാ പറഞ്ഞൂടെ? എനിക്ക് തികഞ്ഞ കടതീർന്ന രാഷ്ട്രീയമുള്ള ഒരു വ്യക്തിയാണ് ഞാൻ ചാത്തന്നൂർ രാധാകൃഷ്ണൻ. ഞാൻ പക്ഷേ ഏതെങ്കിലും BJP-യോ കോൺഗ്രസിനെയോ അൺപാർലമെന്ററി ആയിട്ട് പറഞ്ഞിട്ടുണ്ടോ? വളരെ വിവരദോഷികൾ എന്ത് കച്ചറയായിട്ടാണ് മുഖ്യ അവൻ ഇവൻ എന്നൊക്കെ പറഞ്ഞ് സംബോധന ചെയ്യുന്നത്. ഞങ്ങൾക്ക് അതിനേക്കാളും ആളുകളൊക്കെ അവനിവൻ എന്നും പറയുന്നത് നമ്മളങ്ങനെ ഒരു വലിയ അവർ സ്വാഭാവികമായി ഉപയോഗിക്കുന്ന പിതാക്കന്മാരെ അങ്ങനെ ആയിരിക്കും അവനവനെന്നായിരിക്കും മലബാർ അങ്ങനെയൊന്നും പറയരുത്. അവരെ അങ്ങനെയാണോ വിളിക്കുന്നത്? ഒരിക്കലും അല്ല. നിങ്ങളതിന് വളം വയ്ക്കരുത്. ഇപ്പോഴും ഒരു ചാനലിൽ ചർച്ച ചെയ്യുമ്പോൾ ഭാഷ ശുദ്ധമായിരിക്കണം. അതിനിനിയെങ്കിലും നിങ്ങൾ അവതാരകർ ശ്രദ്ധിക്കണം. ഞങ്ങളാരും ഒരു പാർട്ടിയെ ഞങ്ങൾ കൃത്യമായിട്ട് രാഷ്ട്രീയ അത്ര സംഭാഷണങ്ങൾ വരുമ്പോൾ നമുക്ക് കുറെ കൂടി കൂടുതൽ ശ്രദ്ധിക്കാം. അവരോട് പറയാം കുറെ കൂടി ഭാഷ ആ തരത്തിലേക്ക് സംസാരിക്കുക എന്നുള്ളത്. പക്ഷെ അവൻ ഇവൻ നീ എന്നൊക്കെ ചിലപ്പോൾ പലരും സംഭാഷണ ഭാഷയിലേക്ക് ഉപയോഗിക്കുന്നതാണ്, ആ തരത്തിലേക്ക് ഉപയോഗിക്കുന്നതാവാം ചിലപ്പോൾ. എന്തായാലും അത്തരം വിഷയങ്ങൾ പറയുമ്പോൾ കൂടുതൽ ഗൗരവം പാലിക്കുക എന്നുള്ളതാണ് ഒരു സാമാന്യ മര്യാദ. നമുക്ക് മറ്റു പ്രേക്ഷകൻ കൂടിയുണ്ട്. ശിവജിയാണ് തൃശ്ശൂരിൽ നിന്നും. ശ്രീ ശിവജി, താങ്കൾക്ക് എന്താണ് ഈ വിഷയത്തിൽ പറയാനുള്ളത്? ഈ ചാനലിൽ വരുന്നവരുടെ ഭാഷ ശുദ്ധമാകുന്നില്ലെങ്കിൽ നമ്മുടെ നേതാക്കന്മാരെ കണ്ടുപഠിക്കുന്ന, ഞാൻ എന്റെ ഭാഷ എപ്പോഴെങ്കിലും മോശമായിട്ടുണ്ടെങ്കിൽ ഞാൻ എന്റെ നേതാവായ പിണറായി വിജയനെ കണ്ടുപഠിച്ചുകൊണ്ടാണ്. അദ്ദേഹം പറയുന്ന ഭാഷ ഞാൻ ഉപയോഗിക്കുന്നുള്ളൂ. അപ്പൊ അദ്ദേഹം തെറ്റിയാൽ ഞാനും തെറ്റിന്ന് കൂട്ടിക്കോ. പിന്നെ ഈ വിഷയം പറയുകയാണെങ്കിൽ, ഈ കേന്ദ്രത്തിൽ നിന്ന് എന്തെങ്കിലും സഹായം കിട്ടിയില്ല എങ്കിൽ നമ്മുടെ കേരളത്തിലെ CPM-കാർ പറയും കേരളം ഇന്ത്യയിലല്ലേ എന്ന് ചോദിക്കും. അപ്പൊ എനിക്ക് തിരിച്ചു ചോദിക്കാനുള്ളത്, ഇത്തരം കാര്യങ്ങൾ നടക്കുമ്പോൾ കേരളം ഇന്ത്യയിലല്ലേ? ഇന്ത്യയിലെ നിയമങ്ങൾ പാലിച്ചല്ലേ ഇവിടെ കൈക്കൂലി വാങ്ങുന്നവനെയും കൊലപാതകം ചെയ്യുന്നവനെയും ഒക്കെ ശിക്ഷിക്കേണ്ടത്? പാർട്ടി തീരുമാനിക്കൂത്രേ. പാർട്ടി പുറത്താക്കും. പാർട്ടി പുറത്താക്കും, അകത്താക്കുക, അവരുടെ കാര്യം. ഇന്ത്യൻ ശിക്ഷ അനുസരിച്ച് അവനെ പിടിച്ച് ശിക്ഷിക്കണം, അതല്ലേ വേണ്ടേ? അങ്ങനെ ഒരു കേസ് ഉണ്ടായെങ്കിൽ കേസ് വരുന്നത് ഇതിപ്പോൾ അങ്ങനെ ആരെങ്കിലും ഒരു പരാതിക്കാരനോ അങ്ങനെ ഒരു കേസോ വന്നിട്ടില്ല. പാർട്ടിക്ക് ഇടയിൽ ഇങ്ങനെ ഒരു ആക്ഷേപമുണ്ട് എന്നുള്ള വാർത്തകൾ പുറത്തു വന്നു. ആ വാർത്ത നമ്മൾ മനസ്സിലാക്കുന്നത് എങ്ങനെയാണ്? പാർട്ടി അന്വേഷിച്ചു, അതിൽ അയാൾ കുറ്റക്കാരനാണെന്ന് കണ്ടെത്തി അയാളെ എടുത്ത് പുറത്താക്കി. അതിൽ കോടതിയിൽ കേസുണ്ടെങ്കിൽ താങ്കൾ പറഞ്ഞ രീതിയിൽ തന്നെയാണ് പോകേണ്ടത്. കിരൺ സാറേ പ്ലീസ്, നമ്മളെ അയൽക്കാരനും നമ്മളും തമ്മിലൊരു വിഷയം ഉണ്ടായാൽ നമുക്ക് വേണമെങ്കിൽ അവനെ പറഞ്ഞോ ഭീഷണിപ്പെടുത്തിയോ അല്ലാതെയോ അവനെ നമ്മുടെ വശത്താക്കാം. പാർട്ടി ചെയ്യുന്നത് അത് തന്നെയാണ്. അവനെ വീട്ടിൽ പോയി കണ്ടവനെ ഭീഷണിപ്പെടുത്തി അല്ലെങ്കിൽ മറ്റു വശം കൊണ്ട് സ്വാധീനിച്ച് കേസ് ഇല്ലാതാക്കണു. ഈ ബലാത്സംഗം പോലും PCC-യുടെ പരിപാടികൾ പോലും ഇതുപോലെയാണ് ഇവർ ചെയ്തത്. അത് നടക്കില്ലെന്നേ. പാർട്ടി എന്ന് പറഞ്ഞ ആരാ? വെറും ഇവിടുത്തെ 60,000 അല്ലെങ്കിൽ 3.5 കോടി ജനങ്ങളിൽ വെറും 55 ലക്ഷമുള്ള പാർട്ടി. അവിടെ ബാക്കിയുള്ളൊരു ഭൂരിപക്ഷമല്ലേ? ഇവിടെ ജനങ്ങൾക്കുള്ള നിയമം ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. അത് പാലിക്കാൻ ഇവർ ബാധ്യസ്ഥനാണ്. പാർട്ടി എന്ന് പറയുന്നത് ഇന്ത്യയിലുള്ള പാർട്ടിയല്ലേ, അല്ലാണ്ട് അമേരിക്കയിലെ പാർട്ടിയും ഗൾഫിലെ പാർട്ടിയൊന്നും അല്ല. ഇവന്മാരിത് അനുസരിക്കണം. ഞാനിതേ പറഞ്ഞു, ഇവന്മാർന്ന് തന്നെ പറയണു. രാധാകൃഷ്ണന് ഇഷ്ടപ്പെട്ടാലും ഇഷ്ടപ്പെടില്ല, ഇവന്മാരിത് അനുസരിച്ചേ പറ്റൂ. ഇവിടെ ജീവിക്കണേ, ഇവിടുത്തെ സുഖങ്ങളും ഇവിടുത്തെ വായുവും ഇവിടുത്തെ ഇത് ശ്വസിച്ച് ജീവിക്കണവന്മാരിത് അനുസരിച്ചേ പറ്റൂ. ഇവന്മാർക്ക് പ്രത്യേകിച്ചൊന്നുമില്ല കേട്ടാ.
ശിവജിയുടെ അഭിപ്രായം, ശിവജിയുടെ വൈകാര്യത അതിനെ ആ തരത്തിൽ അംഗീകരിക്കുന്നു. പക്ഷേ നമ്മളെപ്പോഴും എതിരാളികൾക്കെതിരെ സംസാരിക്കുമ്പോൾ മാന്യമായ രീതിയിൽ, മാന്യമായ ഭാഷയിൽ സംസാരിക്കുക എന്നുള്ളതാണ് ഒരു സാമാന്യ മര്യാദ. അതാണ് ഒരു പൊതുവേദിയിൽ എപ്പോഴും വേണ്ടത്. അത് ഈ പൊതുവേദിയിൽ നിന്ന് മാത്രമല്ല, ഏത് പൊതുവേദിയിലായാലും നമ്മൾ അങ്ങനെ ഒരു മര്യാദ പാലിക്കുക എന്നുള്ളതാണ്. വൈകാര്യത മാറ്റിവെച്ചുകൊണ്ട് വിഷയങ്ങളെ ഗൗരവപൂർവ്വം സമീപിക്കുക. വിമർശനം എത്ര ശക്തമായി വേണമെങ്കിലും താങ്കൾക്ക് ഉന്നയിക്കുകയും ചെയ്യാം. എരുമേലിയിൽ നിന്നും ശ്രീ അൽത്താഫ് കൂടി ചേരുന്നുണ്ട്. ശ്രീ അൽത്താഫ്, താങ്കൾക്ക് പറയാം. സാറിനോട് എനിക്കൊരു കാര്യം പറയാനുണ്ട്. സാറ് നിങ്ങൾ ചർച്ച തുടങ്ങുന്നതിന് മുന്നേ നിങ്ങൾക്കൊരു ഇതുണ്ട്, എന്താണ്, ഒരു അജണ്ട പോലെ ഒരു തീരുമാനം എടുത്തിട്ടുണ്ട്. അതിനനുകൂലമായി പറയുന്നവർക്ക് കൂടുതൽ സമയവും, അതിനെതിരെ പറയുന്നവർ അവിടെ ഒരു 10 സെക്കൻഡ് കഴിയുമ്പോൾ. ഈ അല്പസമയം മുമ്പ് പറഞ്ഞ ആളിന് എത്ര സമയം കൊടുത്തു എന്ന് താങ്കൾ കേട്ടിരുന്നോ? അത് അനുകൂലമായി പറഞ്ഞതോ എതിരായി പറഞ്ഞതോ താങ്കൾ കേട്ടല്ലോ. ഞാനൊന്ന് പറയട്ടെ സാർ, 10 സെക്കൻഡ് പൂർത്തീകരിച്ചോട്ടെ, എന്നിട്ട് പറയൂ. PSCയുടെ കാര്യമാണല്ലോ നമ്മുടെ ചർച്ച. ഇതിനകത്ത് 2-3 ആളുകൾ ഇപ്പൊ വിളിച്ചിട്ട് മാന്യതയില്ലാതെ സംസാരിക്കുന്ന സ്ഥിരം ഇതിനകത്തുള്ള പരിപാടിയാണ്. അത് എന്താണ്, അവനെ നമ്മുടെ ഇപ്പൊ പേരെടുത്ത് വിളിക്കേണ്ട പോലും കാര്യമില്ല. മുന്നൊരു പ്രേക്ഷകൻ എന്ന് പറയേണ്ട കാര്യമുള്ളൂ. ഇത് എന്തൊരു വൃത്തികെട്ട സംസ്ഥാനമാണ്. ഒരു ചാനലിൽ വന്നിരുന്ന് മുൻ വിളിച്ച ആളുകളെ നമുക്ക് വിമർശിക്കാം. അതായത് വ്യക്തിപരമായിട്ടുള്ള അധിക്ഷേപങ്ങളിലേക്ക് കടക്കുമ്പോൾ ഇത് എന്താ വ്യത്യാസം? അങ്ങനെ വ്യക്തിപരമായ അവൻ ഇവൻ എന്ന് പറഞ്ഞതിനപ്പുറത്തേക്ക് ഞാൻ പറഞ്ഞു ആ വാക്കുകൾ പരമാവധി മാന്യമായി ഉപയോഗിക്കുക എന്ന് പറഞ്ഞു. അതിനപ്പുറത്തേക്കുള്ള ഒരു മോശപ്പെട്ട വാക്കുകളിലേക്കൊന്നും ആരും കടന്നില്ല. അത്രയും വിളിച്ചൊരു പ്രേക്ഷകൻ പറഞ്ഞു, എന്താണ്, രാധാകൃഷ്ണൻ ഇഷ്ടപ്പെട്ടാലും ഇല്ലെങ്കിലും അങ്ങനെ പറയണം. അങ്ങനെയൊക്കെ പറയേണ്ട കാര്യമുണ്ടോ? ഒരാൾ പറഞ്ഞതിന് അയാൾ മറുപടി പറഞ്ഞു. ഇപ്പോൾ രാധാകൃഷ്ണൻ എന്ന് പറഞ്ഞ പ്രേക്ഷകൻ സ്ഥിരമായി വിളിക്കുന്ന ആളാണ്. അദ്ദേഹത്തിനെതിരെ അങ്ങനെ ഏതെങ്കിലും മോശപ്പെട്ട രീതിയിൽ സംസാരിച്ചില്ല. ഒരാൾക്ക് മറുപടി പറഞ്ഞ രീതിയിലാണ്. സാധാരണ നമ്മൾ മറുപടി പറഞ്ഞ് പ്രോത്സാഹിപ്പിക്കാറില്ല. എന്തായാലും ഒരാൾ പറഞ്ഞു. അവരൊക്കെ സ്ഥിരമായി വിളിക്കുന്ന ആളുകൾ കൂടിയാണ്. അക്കാര്യത്തിൽ അവർക്കെല്ലാവർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഈ സംഭാഷണങ്ങളൊക്കെ സ്ഥിരമായി കേൾക്കുന്നതാണല്ലോ. നമ്മൾ വിഷയാധിഷ്ഠിതമായിട്ടല്ലേ കാര്യങ്ങൾ പറയേണ്ടത്, അല്ലാതെ പരസ്പരം കരിവാരി തേക്കാനായിട്ടുള്ള ഒരു വേദിയാണോ? പൊതുവേദി എന്റെ ഞാനിപ്പോ വിഷയത്തിലേക്ക് വരികയാണ്. ഞാൻ കൂടുതൽ പറയുന്നില്ല. ഈ PSC നിയമനം ഇന്ത്യയിൽ തന്നെ ഏറ്റവും സുതാര്യമായി ഏറ്റവും കൂടുതൽ ആളുകൾ നിയമിച്ച കമ്മീഷനാണ് PSC. ഇപ്പൊ ഞാൻ കൂടുതൽ പറയുന്നില്ല. കൂടുതൽ പറഞ്ഞാൽ ഇത് നിങ്ങൾ ഉടനെ തന്നെ ഇത് കട്ട് ചെയ്യാനാണ് സാധ്യത. ഞാൻ പറയുന്നു, ഈ ഇപ്പൊ ഇതിനകത്ത് ഏതെങ്കിലും ഒരാൾ പരാതി കൊടുത്തിട്ടുണ്ടോ? എന്റെ അറിവിൽ ഇതുവരെ ആരും ഈ കേസിൽ പരാതി കൊടുത്തിട്ടില്ല. പിന്നെ നിങ്ങൾ പറഞ്ഞു ഇന്ത്യയിലെ നിയമത്തിന്റെ കീഴിലാണ് ഈ പാർട്ടി വരുന്നത്. അപ്പൊ പാർട്ടിയിലെ അംഗങ്ങൾ അങ്ങനെ ആവശ്യം ഉണ്ടാവുകയാണെങ്കിൽ ഇന്ത്യൻ നിയമം ഇടപെടണം. പരാതിക്കാരനില്ലാതെ എങ്ങനെയാണ് ഒരു കേസ് മുന്നോട്ട് പോവുക? ഇപ്പൊ അയാളെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കി. അങ്ങനെയൊന്നും ഇല്ല കേട്ടോ. ഞാനത് അദ്ദേഹം പറഞ്ഞ രാഷ്ട്രീയം വെച്ച് പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. രാഷ്ട്രീയ ഉദ്ദേശത്തിലാ പറഞ്ഞുകൊണ്ട് അങ്ങനെ പരാതി എല്ലാ കാര്യത്തിലും പരാതി വേണമെന്നൊന്നുമില്ല. പോലീസിന് സ്വമേധയാ കേസെടുക്കാനും അഴിമതി നടന്നു എടുക്കാനുള്ള അങ്ങനെയുള്ള സംവിധാനങ്ങളൊക്കെ ഉണ്ട്. അതുകൊണ്ട് ഞാൻ പറഞ്ഞാണ് അത് ആ പുള്ളി ഉദ്ദേശിച്ചത് വേറെ അർത്ഥത്തിലായതുകൊണ്ടാണ് ആ മറുപടി പറഞ്ഞത്. ഞാൻ സാർ ഒരു ലോജിക്കലായിട്ട് ഒറ്റ ക്വസ്റ്റ്യൻ ചോദിക്കുന്നേ ഉള്ളൂ. ഒരു ഏരിയ കമ്മിറ്റി അംഗം തീരുമാനിച്ചാൽ PSC അംഗത്തെ നിയമിക്കാൻ കഴിയും? ഒരു ഏരിയ കമ്മിറ്റി അംഗം വിചാരിച്ചിട്ടാണോ ഇവിടെ PSC അംഗം നിയമിക്കുന്നത്? എത്ര ഏരിയ കമ്മിറ്റി? ചോദ്യം ശ്രീ അൽത്താഫ് അതല്ല. താങ്കൾ പറയുന്നത് ഏരിയ കമ്മിറ്റി അംഗത്തെ നിയമിക്കാൻ കഴിയുമോ ഇല്ലയോ എന്നുള്ള കാര്യമൊക്കെ നമുക്കറിയാം. പക്ഷേ ഒരു ഏരിയ കമ്മിറ്റി അംഗത്തിന് 22 ലക്ഷം രൂപ കോഴ വാങ്ങാനും അത് തിരിച്ചു കൊടുക്കാനും ഒക്കെ കഴിയുന്ന ഒരു ശേഷിയിലേക്ക് വരുന്നുണ്ട് എങ്കിൽ അത് സ്വാഭാവികമായും ആ പാർട്ടിയിൽ ചില പുഴുക്കുത്തുകൾ വരുന്നുണ്ട് എന്നുള്ളതിന് തെളിവ് തന്നെയാണ്. ആളുകൾ അത്തരത്തിലൊക്കെ വിശ്വസിക്കുന്നത്. അല്ലെങ്കിൽ ആളുകൾ അങ്ങനെ പണം കൊടുക്കില്ല. ഡോക്ടർ ദമ്പതികൾ ഇത് പോലീസ് സ്റ്റേഷനിൽ കൊടുക്കണം. 22 ലക്ഷം രൂപ കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇവർ പാർട്ടിയിൽ മാത്രം നിൽക്കുവോ? ഇവർക്ക് സാമാന്യം ബോധമുള്ളവരാണെങ്കിൽ അത് നിയമപരമായി നേരിട്ടില്ലേ? പാർട്ടി നേരിട്ടുകൊണ്ട് അയാൾ പുറത്താക്കുന്നതല്ലാതെ പാർട്ടിയിലാണോ പരാതി കൊടുക്കുന്നത്? അത്ര ബോധമില്ലാത്തവരാണോ PSC കമ്മീഷനിലേക്ക് പോകുന്നത്? നിങ്ങളിത് കുറച്ചും കൂടി ചിന്തിച്ചിട്ട് വാർത്ത കൊടുക്കണ്ടേ? ഇതിപ്പോ എന്താണ്, സ്ഥിരീകരിക്കപ്പെട്ട ഒരു വാർത്തയും ഇല്ല എന്നാണ് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, വരുന്ന അഭ്യൂഹങ്ങൾക്ക് ഞാൻ ഒരു വിഷയം സംശയം താങ്കളോട് തന്നെ തിരിച്ചു. താങ്കൾ ഇങ്ങോട്ട് ചോദിച്ചോട്ടെ. ഈ നേരത്തെയൊക്കെ നമ്മൾ പാർട്ടി നേതാക്കളോട് തന്നെ ഈ വിഷയം ചോദിച്ചു. അപ്പോഴൊക്കെ അവർ പ്രതികരിക്കാൻ തയ്യാറായില്ല. ചിലർ പറഞ്ഞ് അങ്ങനെ ഒരു പരാതി ഇല്ല എന്നൊക്കെയാണ് പരസ്യമായി പ്രതികരിച്ചത്. പക്ഷേ അങ്ങനെ പരാതി ഉണ്ടാവുകയും ആ പരാതിയിൽ നിന്ന് നടപടി ഉണ്ടാവുകയും ചെയ്തിരിക്കുന്നു. ഇപ്പോൾ താങ്കൾക്ക് ഔദ്യോഗികമായ കുറിപ്പ് വന്നിട്ടില്ല. എന്തായാലും ഔദ്യോഗികമായ കുറിപ്പ് പിന്നാലെ വരും. എന്തായാലും മാധ്യമങ്ങൾ വാർത്ത നൽകുന്നത് അങ്ങനെ ഒന്നും അറിയാതെ അന്തരീക്ഷത്തിൽ നിന്ന് എടുക്കുന്നതൊന്നുമല്ല. ഈ മാധ്യമങ്ങൾ വാർത്ത കണ്ടു തന്നെയാണ് ഇപ്പോൾ പാർട്ടി ഇത് പരിശോധിക്കുകയും നടപടിയെടുക്കുകയും ഒക്കെ ചെയ്തത്. കമ്മിറ്റിക്കകത്ത് നടന്നിരുന്ന ഒരു കാര്യം ഒരു നേതാവും പുറത്തു പറയില്ല. അത് നിങ്ങൾക്ക് അങ്ങനെയൊന്നും വിചാരിക്കരുത് ശ്രീ അൽത്താഫ്. അത് ഏത് പാർട്ടിയുടെ ആയാലും താഴെ കമ്മിറ്റി മുതൽ ഏറ്റവും മുകളിലുള്ള കമ്മിറ്റി വരെയുള്ള വിവരങ്ങളൊക്കെ കൃത്യമായി പുറത്തു കിട്ടുകയും അതൊക്കെ വാർത്ത റിപ്പോർട്ട് ചെയ്യുകയും പ്രതിനിധിയൊന്നുമില്ല ശ്രീ അൽത്താഫ്. നമ്മളൊക്കെ ഞാനടക്കം പോളിറ്റ് ബ്യൂറോ വാർത്തകൾ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളതാണ്. അത് ഒരുപാട് പേർക്ക് അങ്ങനെയൊക്കെ, അല്ലാതെ ഈ നാട്ടിൽ നടക്കുന്ന കാര്യങ്ങളെല്ലാം കൃത്യമായി നടക്കില്ല അല്ലെങ്കിൽ ആരും പറയില്ല എന്ന് വിചാരിക്കും. പറയുന്നവരുമുണ്ട്, പറയാത്തവരും ഒക്കെ. ഞാൻ ഒറ്റ കാര്യം കൂടെ പറയാം. സമയം ഇപ്പം വേറെ ആളും കാത്തു നിൽപ്പുണ്ടായിരിക്കും. മനോരമയില് 2021 തെരഞ്ഞെടുപ്പില് മനോരമ ചാനലില് മനോരമ ഓൺലൈനിൽ വന്ന വാർത്തയാണ്. അന്ന് എനിക്ക് തോന്നുന്നു യുവപ്രതിഭ എന്ന് പറയുന്ന ഒരു MLA ഉണ്ടല്ലോ, കായംകുളത്ത് മത്സരിച്ച്. ആ MLA മത്സരിച്ച് വിജയിക്കാനുണ്ടായത്. വിജയിച്ച് കഴിഞ്ഞ് അറിയാതെ ഇവരുടെ കയ്യിൽ നിന്ന് തന്നെ വീണുപോയൊരു വാർത്തയാണ്.
എന്താണ് CPM സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ യുവപ്രതിഭ പരാജയപ്പെട്ട എന്താണ് കാരണം? CPM സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ, ജില്ലാ സെക്രട്ടേറിയറ്റ്, ആലപ്പുഴ അങ്ങനെയൊക്കെ ഒരു ചെറിയ തെറ്റൊക്കെ വരുന്നത് വെറുതെ എല്ലാ വാർത്തകളെയും നിങ്ങൾ അങ്ങനെ തള്ളിക്കളയരുത്. ചില വാർത്തകളിലൊക്കെ തെറ്റ് വരും. അങ്ങനെ നമ്മൾ പൂർണ്ണമായും ഇത് എല്ലാം ശരിയാണ് എന്നൊന്നും ബാധിക്കുന്നില്ല. എല്ലാ സമൂഹത്തിലുണ്ടാകുന്ന ചെറിയ തെറ്റുകളൊക്കെ വാർത്തകളിലുമൊക്കെ പലപ്പോഴും ഉണ്ടാകാറുണ്ട്. മാന്യമായ മാധ്യമപ്രവർത്തകരാണ്, മാധ്യമങ്ങളാണെങ്കിൽ അത് തിരുത്തുന്ന രീതിയുമുണ്ട്. എല്ലാവരും എന്നാൽ തിരുത്തുന്നതെന്ന് ചോദിച്ചാൽ അങ്ങനെയൊന്നും പറയുന്നില്ല. പക്ഷേ അങ്ങനെ ഭൂരിപക്ഷം പേരും അങ്ങനെ തിരുത്താൻ, തെറ്റ് കണ്ടാൽ തിരുത്താൻ തയ്യാറാവുന്നവർ കൂടിയാണ്. നമുക്ക് മറ്റൊരു പ്രേക്ഷകൻ കൂടിയുണ്ട്. മഞ്ചേരിയിൽ നിന്നും മുഹമ്മദാണ്. ശ്രീ മുഹമ്മദ്, താങ്കൾക്ക് ഈ വിഷയത്തിൽ അഭിപ്രായം പറയാം. ശ്രീ മുഹമ്മദ് കേൾക്കാമല്ലോ. ശ്രീ പ്രേംജിത്ത് ആണ് കോഴിക്കോട് നിന്നും. ശ്രീ പ്രേംജിത്ത്, താങ്കൾ കോഴിക്കോടുകാരൻ കൂടിയാണ്. അതുകൊണ്ട് ഈ വിഷയത്തിൽ കൂടുതൽ ധാരണ ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായത് താങ്കൾ അറിഞ്ഞു കാണുമല്ലോ. എന്താണ് താങ്കൾക്ക് പറയാനുള്ളത്? ശ്രീ പ്രേംജിത്ത് കേൾക്കാമോ? നമ്മുടെ ടെലിഫോൺ ബന്ധത്തിൽ ശ്രീ പ്രേംജിത്ത് കേൾക്കാമോ? പ്രേംജിത്ത് പറയൂ. അതായത് ഇപ്പോ ഹലോ പറഞ്ഞോളൂ. അതായത് ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന വിവാദം അതായത് പരാതിക്കാരൻ എന്താ രംഗത്ത് വരാത്തതെന്നാണ് ഞങ്ങളെ സംശയം. അപ്പൊ പാർട്ടി ഇതിന്റെ പേരില് ഇത് ഏറ്റെടുത്തിരിക്കുകയാണ്. അതായത് പാർട്ടിക്ക് എന്തോ ഒളിച്ചു വെക്കാണ്ടെന്ന് അതിൽ മനസ്സിലാക്കാൻ കഴിയുന്നത് കോഴിക്കോട് നേതൃത്വത്തിന്. എന്നാലും പാർട്ടി നടപടിയെടുത്ത് പുറത്താക്കി. നമ്മൾ ബാക്കി തെറ്റ് ചെയ്തത് ശരിയാണ്. പരാതിക്കാരൻ ആരാന്ന് പൊതുജനങ്ങൾക്ക് അറിയണ്ടേ? അതിനുള്ള അവകാശമില്ലേ പൊതുജനങ്ങൾക്ക്? അത് പരാതിക്കാരൻ പറയാതെ നമുക്കറിയാൻ കഴിയുമോ? അതാണല്ലോ വേണ്ടി. അപ്പം എന്തോ പാർട്ടിക്ക് ഒളിച്ചു വെക്കാൻ എന്തോ കുറവുണ്ട്. പാർട്ടിയിൽ വളരെ മോശം പ്രവണതകളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ശരി, ഓക്കെ. അച്ഛൻ കുഞ്ഞാണ് പത്തനംതിട്ടയിൽ നിന്നും. ശ്രീ അച്ഛൻ കുഞ്ഞ്, താങ്കൾ ഈ വാർത്തയെല്ലാം അറിഞ്ഞു കാണുമല്ലോ. PSC അംഗത്തെ നിയമിക്കാൻ വേണ്ടിയുള്ള കോഴ വാങ്ങി എന്ന് പറയുന്നു. അതല്ല, PSCയിൽ നിയമനം നടത്താൻ വേണ്ടിയാണ് കോഴ വാങ്ങിയത് എന്നൊക്കെ പറയുന്നത്. എന്തായാലും ഇപ്പോൾ ആ വിവാദത്തെ തുടർന്ന് ആദ്യമൊക്കെ നിഷേധിച്ച പാർട്ടി ഇപ്പോൾ കമ്മിറ്റി കൂടി അത് ചർച്ച ചെയ്ത് ഈ പ്രമോദ് കോട്ടുള്ളിയെ പാർട്ടിയുടെ പ്രാഥമിക അംഗത്തിൽ നിന്നും പുറത്താക്കിയിരിക്കുന്നു. എന്താണ് താങ്കൾക്ക് പറയാനുള്ളത്? താങ്കളെ TV മ്യൂട്ട് ചെയ്ത ശേഷം സംസാരിക്കാം. വോളിയം കുറയ്ക്കല്ലേ, മ്യൂട്ട് ചെയ്യും. മ്യൂട്ട് ചെയ്തേ. പറഞ്ഞോളൂ. സാർ ഇപ്പൊ വേറെ കാര്യമുണ്ടോ? ഹലോ, പറഞ്ഞോളൂ, ധൈര്യമായി പറഞ്ഞോളൂ. സാർ യഥാർത്ഥ കമ്മ്യൂണിസ്റ്റാണ് ആ ആള് കാണിച്ച ആ ചങ്കുറപ്പ് അത് പാർട്ടിക്കാരനാ. ആരും കാണിക്കാത്ത. ഹലോ താങ്കൾ പറഞ്ഞോളൂ. അദ്ദേഹത്തിന് എന്തെങ്കിലും പ്രശ്നമുണ്ടെന്ന് തോന്നുന്നു. ആ ടെലിഫോൺ ബന്ധത്തിൽ ആദ്യമായി വിളിക്കുന്നത് പ്രത്യേകം ശ്രദ്ധിക്കുക. TV മ്യൂട്ട് ചെയ്ത ശേഷം വേണം നമുക്ക് പൊതുവേദിയിലേക്ക് സംസാരിക്കാൻ. എന്നാലും നിങ്ങൾ കൃത്യമായി സംസാരിക്കാനും അത് പ്രതികരണം നമുക്ക് നൽകാനും കഴിയൂ. ശ്രീ മുഹമ്മദ് മഞ്ചേരി വീണ്ടും വരുന്നത്. ശ്രീ മുഹമ്മദ്, ഞാൻ 3-ാം തവണയാണിത്. സംസാരിക്കാൻ കേൾക്കാമല്ലോ? പറഞ്ഞോളൂ. താങ്കൾ സ്ഥിരമായി വിളിക്കുന്നതുകൊണ്ടാണ് ഞങ്ങൾ വീണ്ടും കട്ടായി പോയപ്പോഴും വീണ്ടും താങ്കളുടെ കോളിനെ അറ്റൻഡ് ചെയ്തു. ശരി, പറഞ്ഞോളൂ. കേൾക്ക സാറേ, നമസ്കാരമുണ്ട്. നമസ്കാരമുണ്ട് സാറേ, കേട്ടോ? പറഞ്ഞോളൂ. അപ്പോ ഈ കാര്യത്തില് സാറ് പറഞ്ഞത് പിന്നെ നടപടി ഇത് മതിയോ എന്നുള്ളതാണ്. നടപടി ഇത് മതിയോ? അപ്പൊ അതുകൊണ്ട് അതല്ല, അത് എന്തായി ഏതായി എന്നുള്ളതൊന്നും. താങ്കളുടെ ടെലിഫോൺ ബന്ധത്തിൽ ചില പ്രശ്നങ്ങളുണ്ടെന്ന് തോന്നുന്നു. ഇപ്പോഴും നൌഷാദാണ് കോഴിക്കോട് നിന്നും. ശ്രീ നൌഷാദ്, കോഴിക്കോട് തന്നെ ഉണ്ടായ സംഭവമാണിത്. എന്താണ് താങ്കൾക്ക് ഈ വിഷയത്തിൽ പറയാനുള്ളത്? ഈ ഒരു വ്യക്തി ഒറ്റയ്ക്ക് ചെയ്ത ഒരു തെറ്റായിരിക്കുമോ, അതോ അതിനപ്പുറത്തേക്കുള്ള വ്യാപ്തിയൊക്കെ ഉള്ള ഒരു അഴിമതി ആയിരിക്കുമോ ഇത്? അല്ല, അത് ഓൾറെഡി കുറ്റപ്പെടുത്തുന്ന ഒരു ചാനലുകൾ ഹോബി ആയതുകൊണ്ടേ ഞങ്ങൾ പൊതുജന ഇത് കാണുമ്പോൾ ഞങ്ങൾക്ക് മനസ്സിലാവും. ഇതിലും വലിയ ന്യൂസൊക്കെ നടന്നിട്ട് ഒന്നും കാണിക്കാത്ത ആൾക്കാർ അതേത് ന്യൂസാണ്? ഇപ്പോൾ ഒരു ഏരിയ കമ്മിറ്റി അംഗം 22 ലക്ഷം രൂപ കോഴ വാങ്ങുന്നത് ഒരു ചെറിയ ന്യൂസായിട്ട് എനിക്ക് തോന്നുന്നില്ല. അത് താങ്കൾക്ക് അങ്ങനെ തോന്നുന്നത് എന്തുകൊണ്ടാണെന്നും എനിക്കറിയില്ല. കൊടുത്ത ആള് ഒന്നും കൊടുത്ത ആളെന്നല്ലല്ലോ, കൊടുത്ത ആരെന്നുള്ളതല്ലേ വിഷയം. കോഴ വാങ്ങിയത് പാർട്ടി തന്നെ കണ്ടെത്തി നടപടി എടുക്കുകയും ചെയ്തില്ലേ? പ്രമോദിനെ പോലെ ഒരുപാട് പേരെ CPM കണ്ടതാ. താങ്കൾ പറഞ്ഞ ഈ വിഷയം ചർച്ച ചെയ്യേണ്ട എന്നാണോ?
അല്ല ചർച്ച ചെയ്യേണ്ടെന്നല്ല, ചർച്ച ചെയ്യണം. ഇതിലും വലിയ ന്യൂസ് ഒന്നും വന്നിട്ട് നിങ്ങൾ ഏത് ന്യൂസാണ് ഇതിൽ വലിയ ന്യൂസ് കൊടുക്കായിരുന്നത്? താങ്കൾ ഒരു ഉദാഹരണം പറയും. നിങ്ങൾ ഈ ന്യൂസ് ചാനൽ എന്ന് പറയുമ്പോ അങ്ങനെയല്ലേ നിങ്ങൾ സംസാരിക്കേണ്ടത്? അല്ല, താങ്കൾ ഒരു ഉദാഹരണം പറയൂ. ഇന്ന വാർത്ത, ഇതിനേക്കാളും വലിയൊരു കോഴ വാർത്ത വന്നു, അല്ലെ കേരളത്തിലെ മാധ്യമങ്ങൾ കൊടുത്തില്ല, അല്ലെ ന്യൂസ് 18 കൊടുത്തില്ല, താങ്കൾ പറയൂ. ഒരുപാട് വാർത്ത. അത് ഏത് വാർത്ത? ഒരു ഉദാഹരണമെങ്കിലും താങ്കൾക്ക് ഓർമ്മയുണ്ടെങ്കിൽ പറയൂ. മിക്കവാറും നിങ്ങളെ വാർത്തകളൊക്കെ കേൾക്കുന്നതാ. നിങ്ങൾ CPM കുറിച്ച് പറയുമ്പോൾ നിങ്ങളെ ക്യാപ്ഷനൊക്കെ ഭയങ്കര അല്ലേ? ഞങ്ങളെ CPM കുറിച്ച് പറയുമ്പോഴല്ല, ഏത് പാർട്ടിയെ കുറിച്ച് പറയുമ്പോഴും ഇതേ അഭിപ്രായത്തിൽ തന്നെയാണ്. താങ്കൾക്ക് ഒരു ഉദാഹരണം പോലും ചൂണ്ടിക്കാണിക്കാനില്ല. ഒരു ഉദാഹരണം താങ്കൾ പറയൂ. ഇതിനേക്കാൾ പ്രധാനപ്പെട്ട ഒരു കോഴ വാർത്ത വന്നു, ന്യൂസ് 18 നൽകിയില്ല. ഇതേപോലെ തന്നെ സെക്രട്ടേറിയറ്റ് ഫയല് കത്തിക്കല്, ബിരിയാണി ചെമ്പില് സ്വർണം കടത്തി, എന്തൊക്കെ ഇതിനു മുന്നേ നിങ്ങൾ ഞാൻ ചോദിച്ചാൽ താങ്കൾ പറഞ്ഞ ആരോപണത്തെ അംഗീകരിക്കുന്നു. മറ്റു വിഷയങ്ങളിലേക്ക് പോകാതെ ഇതിൽ വലിയ ദേവിയത് ശ്രീ നൌഷാദ് കേൾക്കൂ. ഇതിൽ വലിയ ആ കോഴ ആരോപണം വന്നിട്ട് ഞങ്ങൾ കൊടുക്കാതിരുന്ന ഒരു ഉദാഹരണം പറയൂ. നിങ്ങൾ അത് ഉറപ്പിക്കുക. നിങ്ങളൊരു പക്ഷമാണെന്ന് ഞങ്ങൾക്കറിയാം. നിങ്ങൾ എങ്ങനെ ധരിച്ചാലും ഞങ്ങൾ അങ്ങനെ ഒരു പക്ഷമല്ല. ഞങ്ങൾ ഏത് പക്ഷത്തിനെതിരെ വന്ന വാർത്ത വന്നാലും കൊടുക്കും. താങ്കൾക്ക് ഇപ്പോഴും ഒരു ഉദാഹരണം പോലും ഓർത്തു പറയാൻ കഴിയുന്നില്ല എന്നുള്ളത് താങ്കളുടെ കാണുന്നുണ്ട്. അപ്പൊ നിങ്ങൾ ഒന്ന് മനസ്സിലാക്കിയാൽ മതി. ഇപ്പൊ ഒരു തിരുവനന്തപുരത്ത് ഒരാളെ കാണാതായിട്ടുണ്ട്. ആ ന്യൂസ് പോലും നിങ്ങൾ എഴുതി കാണിക്കാൻ നിങ്ങൾക്ക് ആഗ്രഹമില്ല. അതല്ലേ ശ്രീ നൌഷാദ്, താങ്കൾ ഈ വാർത്ത കാണുന്നില്ല എന്ന് വേണം കരുതാൻ. തിരുവനന്തപുരത്ത് ഒരാളെ കാണാതായ സമയം മുതൽ അതിന് ലൈവ് കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. താങ്കളുടെ ഒരു അഭിപ്രായം പറയുമ്പോൾ ഇതൊരു പൊതു ചാനലിലാണ് അഭിപ്രായം പറയുന്നത്. സാധാരണഗതിയിൽ അത് പഠിച്ചിട്ടോ കണ്ടിട്ടോ വേണം അഭിപ്രായം പറയാൻ. വെറുതെ വന്ന ഒരു ആരോപണം പറഞ്ഞിട്ട് പോകരുത്. രാഷ്ട്രീയ ബോധത്തോടു കൂടി ഞാൻ പറയുന്നത് കേൾക്കാൻ പോലും തയ്യാറല്ല. താങ്കൾ ഈ ചാനലിന്റെ യൂട്യൂബിൽ ലൈവ് ഇപ്പോഴും പോകുന്നുണ്ട്. താങ്കൾക്ക് തിരുവനന്തപുരത്ത് ആമയിഴഞ്ചാൻ തോട്ടിൽ ഒരാൾ കാണാതായതിനെ കുറിച്ചുള്ള വാർത്തകൾ അതിൽ കാണാം. ഇതിലും കൂടുതൽ വിവാദങ്ങൾ CPM ഇവിടെ നേരിട്ടതാണ്. അതൊക്കെ എന്തായി? താങ്കളെ ഇതിലും കൂടി ഞാൻ ചോദിച്ച ചോദ്യത്തിന് ഇപ്പോഴും ഉത്തരം പറയാൻ താങ്കൾ തയ്യാറല്ല. നിങ്ങളെ അന്ന് വിളിച്ചതാ. നിങ്ങൾ ഡോളർ കടത്തി പായൽ. ശരി, ഓക്കെ. എന്തായാലും ശ്രീ നൌഷാദ്, ഇനി സമയം തീരുന്നതുകൊണ്ടാണ് അവസാനിപ്പിക്കുന്നത്. നൌഷാദിനെ പോലെയുള്ള ആളുകൾ ഒന്നും ആലോചിക്കുക. നിങ്ങൾക്ക് ഏത് ആരോപണവും ഉന്നയിക്കാം. പക്ഷേ മറ്റ് ഇതിനേക്കാൾ വലിയ കോഴ വാർത്തകൾ വരുമ്പോൾ ഞങ്ങൾ കൊടുത്തില്ല എന്ന് പറയുമ്പോൾ ഏതെങ്കിലും ഒരു വാർത്തയെങ്കിലും ചൂണ്ടിക്കാണിക്കാൻ, അങ്ങനെ ഒരുപാട് വാർത്തകൾ വന്നിട്ടുണ്ട്, അതൊന്നും കൊടുത്തില്ലെന്ന് പറയുമ്പോൾ ഒരു ഉദാഹരണമെങ്കിലും ചൂണ്ടിക്കാണിക്കാൻ കഴിയാതെ ഇത്തരത്തിൽ ആരോപണം ഉന്നയിക്കുന്നത് ഒരു തരത്തിൽ പറഞ്ഞാൽ കഷ്ടമാണെന്ന് എനിക്ക് പറയാനുള്ളൂ. അങ്ങനെ ആരോപണമൊക്കെ ഉന്നയിക്കാവുന്നത് താങ്കളുടെ അഭിപ്രായമാണ്. ഓരോരുത്തർക്കും അവരുടേതായ അഭിപ്രായങ്ങൾ കാണും. എന്തായാലും ന്യൂസ് 18 സംബന്ധിച്ച് ഞങ്ങൾ ഇത്തരം വാർത്തകൾ വന്നു കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു പക്ഷത്തിനെതിരെ, ഇത് CPM ഒരു പ്രവർത്തനമാണ് ഇപ്പോൾ ആരോപണം ഉന്നയിച്ചെങ്കിൽ സമാനമായി തന്നെ BJP-ക്കാരും കോൺഗ്രസ്സുകാരും ഒക്കെ ആരോപണം ഉന്നയിച്ചിട്ടുണ്ട്. ഇങ്ങനെയെല്ലാം ഈ വിഷയത്തിൽ തന്നെ അല്പം മുമ്പ് പ്രതികരിച്ചവരും തന്നെ തിരിച്ചും ആരോപണം ഉന്നയിച്ചിട്ടുണ്ട്. അത് സ്വാഭാവികമാണ്. പക്ഷേ ആരോപണത്തിന് പകരം തിരിച്ച് ആരോപണം ഉന്നയിക്കുക എന്നുള്ളതല്ല. ആ വിഷയത്തിൽ എന്ത് നടപടി ഉണ്ടായി അതിന്റെ മെറിറ്റ് പരിശോധിക്കുകയാണ്. അങ്ങനെ തന്നെയാണ് ഞങ്ങൾ വാർത്ത നൽകുന്നത്. എന്തായാലും ന്യൂസ് 18 പൊതുവേദിയിൽ പ്രതികരിച്ച മുഴുവൻ പ്രേക്ഷകർക്കും നന്ദി. നാളെയും ഇതേ സമയം ന്യൂസ് 18 പൊതുവേദി മറ്റൊരു വിഷയമായി. കണക്ക് അത് 100 മില്ലിമീറ്റർ